ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ THDC ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ ജോലി അവസരങ്ങൾ, എക്സ്പീരിയൻസ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് നിയമനം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി 14/3/2025 നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ അറിയാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്ത് ഒന്ന് പ്രോത്സാഹനം നൽകുക. നമുക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കാം. ഒഴിവുകൾ: എഞ്ചിനീയർ സിവിൽ 30 ഒഴിവുകളാണുള്ളത്. ജനറൽ 13, EWC 3, OBC 8, SC 4, ST 2. അടുത്ത ഒഴിവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 25 ഒഴിവുകളാണുള്ളത്. ജനറൽ 13, EWC 2, OBC 6, SC 3, ST 1. അടുത്ത ഒഴിവ് എഞ്ചിനീയർ മെക്കാനിക്കൽ, ഒഴിവുള്ളത് 20 പോസ്റ്റുകളാണ്. ജനറൽ 9, EWC 2, OBC 5, SC 3, ST 1. അടുത്ത ഒഴിവ് എഞ്ചിനീയർ ജിയോളജി ആൻഡ് ജിയോ ടെക്നിക്കൽ, മൊത്തം ഒഴിവ് 7 ആണ്. ജനറൽ 4, EWC 1, OBC 1, SC 1. അടുത്ത ഒഴിവ് എഞ്ചിനീയർ എൻവയോൺമെൻറ്റ്, ഒഴിവ് 8. ജനറൽ 3, EWC 1, OBC 2, SC 2. അടുത്ത ഒഴിവ് എഞ്ചിനീയറിംഗ് മൈനിങ്, 7 ഒഴിവുകളാണുള്ളത്. ജനറൽ 4, EWC 1, OBC 1, SC 1. അടുത്തത് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ്, ഒഴിവ് 15. ജനറൽ 7, EWC 1, OBC 4, SC 2, ST 1. അടുത്തത് എക്സിക്യൂട്ടീവ് ഫിനാൻസ്, മൊത്തം ഒഴിവ് 15. ജനറൽ 7, EWC 1, OBC 4, SC 2, ST 1. അടുത്ത ഗ്രൂപ്പ് ബിയിലാണ് എഞ്ചിനീയർ ഫോർ വിൻഡ് പവർ പ്രോജക്ട്സ്, മൊത്തം ഒഴിവ് 2. ജനറൽ 2. ഇത്രയും ഒഴിവുകളാണുള്ളത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഒഴിവ് എഞ്ചിനീയർ സിവിൽ, ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech BSc എഞ്ചിനീയറിംഗ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എഞ്ചിനീയർ മെക്കാനിക്കൽ, BE അല്ലെങ്കിൽ BTech BSc എഞ്ചിനീയറിംഗ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. 1 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എഞ്ചിനീയർ ജിയോളജി ആൻഡ് ജിയോ ടെക്നിക്കൽ, യോഗ്യത നോക്കാം. MSc ജിയോളജി അല്ലെങ്കിൽ MSc അപ്ലൈഡ് ജിയോളജി അല്ലെങ്കിൽ MTech അപ്ലൈഡ് ജിയോളജി, അതുമല്ലെങ്കിൽ MTech ജിയോളജിക്കൽ ടെക്നോളജി, അതുമല്ലെങ്കിൽ MTech എഞ്ചിനീയറിംഗ് ജിയോളജി. ഇതിലേതിലെങ്കിലും 60% മാർക്ക് ഉണ്ടായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ്. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എഞ്ചിനീയറിംഗ് എൻവയോൺമെൻറ്റ്, BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MTech എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. എഞ്ചിനീയർ മൈനിങ് 60% മാർക്ക് കൂടി ഫുൾ ടൈം മൈനിങ് എഞ്ചിനീയറിംഗ് ഡിഗ്രി, ഫസ്റ്റ് ക്ലാസ് മാനേജർ സർട്ടിഫിക്കറ്റ് ഇൻ കോൾ ഫ്രം DGMS, 1 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ്, യോഗ്യത ഫുൾ ടൈം MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്, HR അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ HRM വിത്ത് മിനിമം 60% മാർക്ക്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IR അല്ലെങ്കിൽ ലേബർ വെൽഫെയർ വിത്ത് മിനിമം 60% മാർക്ക്. അതുമല്ലെങ്കിൽ മിനിമം 2 ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ PM ആൻഡ് IR അല്ലെങ്കിൽ വെൽഫെയർ ലേബർ വെൽഫെയർ വിത്ത് മിനിമം 60% മാർക്ക്. അതുമല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്കർ ഓർ MHROD. ഡിസറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് LLB ആണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എക്സിക്യൂട്ടീവ് ഫിനാൻസ്, CA അല്ലെങ്കിൽ CMA ക്വാളിഫൈഡ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. അടുത്തത് എഞ്ചിനീയറിംഗ് വിൻഡ് പവർ
പ്രോജക്റ്റ്. ഫുൾ ടൈം ബി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 60% മാർക്ക്. റിലവൻറ്റ് ഡിസിപ്ലിൻ ആയിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പ്രായപരിധി. ഈ മാർക്കിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ OBCക്കും അതുപോലെ SC/STക്കും PWBDക്കും ഉണ്ടാവും. 40% എബവ് മതിയാവും. സെലക്ഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും. എക്സാമിന്റെ മീഡിയം വന്നിട്ട് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്. ഇതിന്റെ സിലബസ് വരുന്നത് പാർട്ട് 1 ജനറൽ ആൻസേഴ്സ് ആണ്, പാർട്ട് 2 റീസണിങ്സ് ആണ്, പാർട്ട് 3 കൺസേൺ ഡിസിപ്ലിൻ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം സെന്ററുകൾ കേരളത്തിലില്ല. സെന്ററുകൾ വരുന്നത് ഡൽഹിയിലെ, നോയിഡയില്, ഡെറാഡൂണില്, ലക്നൌവില് ആൻഡ് ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിലാണ് എക്സാം സെന്ററുകൾ ഉള്ളത്. ശമ്പളം വരുന്നത് 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. പ്ലസ് എല്ലാവിധ ബെനിഫിറ്റ്സും ഉണ്ടാവും. 1 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷനും ശമ്പളത്തിൽ 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെ ശമ്പള വർധനവും ഉണ്ടാവും. ഇനി അപേക്ഷിക്കേണ്ട വിധം. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.thdc.co.in. വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ക്വിക്ക് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് കരിയർ എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് അവിടെ ന്യൂ ജോബ് ഓപ്പണിംഗ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ രജിസ്ട്രേഷൻ ഫോം ലഭിക്കും, അത് ഫില്ല് ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുക. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. 600 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും അതുപോലെ എക്സ്-സർവീസ്മെനും ഫീസ് ഇല്ല. ഇതിന് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 14/3/2025 വൈകിട്ട് 6 മണി വരെയാണ്. അതായത് മാർച്ച് 14 തീയതി വൈകിട്ട് 6 മണി വരെ. അപ്പം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ലൊരു ജോലി കിട്ടാൻ ഉള്ള അവസരമാണിത്. നോട്ടിഫിക്കേഷനിലൊക്കെ കൃത്യമായി വായിച്ചു നോക്കി ആപ്ലിക്കേഷനിലൊക്കെ കൃത്യമായി ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.